സോ കഴിഞ്ഞ ദിവസം ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു, എന്റെ സ്വന്തം ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണി. സോ ഓരോ ഇയറും പുതിയ പുതിയ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പഠിച്ചിറങ്ങുമല്ലോ. അങ്ങനെ നമ്മുടെ ബാച്ച് എത്തി. പക്ഷെ നമ്മൾ എന്താ ഗ്രാജുവേറ്റ് ചെയ്യാത്ത, നമ്മൾ അണ്ടർ കുഹാസ് ആണ്. അതോ സോ ഞാൻ ഗ്രാജുവേഷൻ സെറമണിക്ക് നിൽക്കുന്നതാണ്. അപ്പൊ മമ്മ വാസ് ലൈക്ക്, നിന്റെ ബാച്ചിലെ സെറമണി, നിന്റെ അല്ലല്ലോ ഗ്രാജുവേഷൻ, നീ എന്തിനാ നിൽക്കുന്നത്, നീ ഇങ്ങ് വീട്ടിൽ വാ എന്ന് അമ്മ പറഞ്ഞു. ഒന്നാമത്തെ പൂച്ച ഹോളിഡേസ് ഒക്കെ അല്ലേ. സോ ഐ വാസ് ലൈക്ക്, ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, നമുക്കൊരു പ്രോപ്പർ ഗുഡ് ബൈ പറയാൻ പറ്റിയ ഒരു ദിവസം മമ്മി അത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ്, എന്റെ ബാച്ച് മേറ്റ്സ് ഒക്കെ ഗ്രാജുവേറ്റ് ചെയ്യുമ്പം ഐ ഷുഡ് കൺഗ്രാജുലേറ്റ് ദം. അപ്പം ഒരു 1 വീക്ക് ബാക്ക് വി വർ ഡിസ്കസിങ്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിലെ കുറെ സപ്ലിമെന്ററി ബാച്ച് ഞങ്ങളുടെ ബാച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരായിട്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പം മൈ എക്സ് ഫ്രണ്ട് വാസ് സെയിങ്, നിങ്ങക്ക് എങ്ങനെയാ ഗ്രാജുവേഷൻ സെറമണിക്ക് പോകുമ്പോൾ, അതും നമ്മുടെ ബാച്ച്, നമ്മുടെ കൂടെ ഉള്ള കുട്ടികളെ ഗ്രാജുവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഐക്കോണിക് സെന്റൻസ് വാസ് ദിസ്: മരണ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന പോലെ ഉണ്ടാവും. ബ്രോ, why would you say that? You should be happy for your friends successful, like അവരുടെ അച്ചീവ്മെന്റ്. You should be happy. If നിങ്ങൾ ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ you should be happy. സോ ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ റീസൺ പറഞ്ഞ, ഇത് ഞാൻ മേക്കപ്പ് ചെയ്യാം, ഇതൊക്കെ സെറ്റ് ചെയ്യാം, നമുക്ക് വരാൻ പറ്റില്ല, എനിക്ക് എന്റേതായ കാര്യങ്ങൾ. എടോ, ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. കുഹാസിന്റെ അണ്ടറിൽ പഠിക്കുന്ന ഒരു BDS സ്റ്റുഡന്റ് ഗ്രാജുവേറ്റ് ചെയ്താണ്. ഞാൻ പറയും വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പം അതിൽ നമുക്കൊരു പാർട്ടാവാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ മേക്ക് ഇറ്റ് അപ്പ് ചെയ്തിട്ട് എന്ത് കാര്യം, പിന്നെ നിങ്ങൾ എന്ത് ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്. സോ എനിവേ, യു ഷോയിങ് യുവർ ട്രൂ കളേഴ്സ് ആൻഡ് ദാറ്റ്സ് ദ ട്രൂത്ത്. Keep it up, guys. Okay. So I am saying this because I would never be jealous of my friend's success. Chali idiots ഉണ്ടാവും backstab ചെയ്യാൻ എന്താക്കാനൊക്കെ. But I would never do that. Okay. Bye.